Hi friends, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച് അരിച്ച് അളന്നെടുത്തേക്കുന്നതാണ് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഴിമുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കോഴിമുട്ടയും വെജിറ്റബിൾ ഓയിൽ, വാനില എസൻസ്, പഞ്ചസാര പൊടിച്ചൊക്കെ കൂടിയിട്ട് ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് 1.5 കപ്പ് മൈദ ഞാൻ ഇതേപോലെ അളന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊരു ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യുക. ഇപ്പം കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ 1 കിലോൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വണ്ടർ ഷെഫിൻ്റെ OTG ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ സാധാ OTG ആകുമ്പോൾ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ടൊരു 35-40 മിനിറ്റ് വരെ തന്നെ ബേക്ക് ചെയ്യുക. അതുപോലെ കൺവെൻഷൻ ആകുമ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അത് ബേക്ക് ചെയ്യുമ്പോൾ ഒരു 30-35 മിനിറ്റ് വരെ വെക്കേണ്ട കാര്യമുള്ളൂ. ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ ഓവൻ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് വെക്കുക.
അപ്പം നമ്മുടെ കേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ ട്രേന്ന് മാറ്റാം. അതിനുശേഷം ഇത് ഡെക്കറേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫ്രോസ്റ്റിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളിത് പുറത്ത് വെക്കണം. എന്നാൽ മാത്രമേ കേക്കിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചു. നാളത്തേക്കാണ് കേക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചു. ഇനി നാളെ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കേക്ക് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗള് ഇറക്കി വയ്ക്കാം. ഞാൻ ഈ ബൗളും അതുപോലെ വിസ്കും നന്നായി തണുപ്പിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫോം ആക്കി എടുക്കണം. അപ്പോൾ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും വിപ്പിംഗ് ക്രീം എടുക്കുന്നതിൻ്റെ 1 മണിക്കൂറെങ്കിലും മുമ്പ് ക്രീം നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെക്കണം. എന്നാലേ പെട്ടെന്ന് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ ക്രീം. ഇല്ലെങ്കിൽ ലൂസായി പോകും വേഗം. ഇപ്പം നമ്മുടെ ക്രീം നല്ല ഫോമായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇതേപോലെ ആയിരിക്കണം നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു പരുവം. ഉണ്ടോ? അപ്പോൾ ഇനി ഇത് നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത് വരെ നമ്മൾക്കിത് ആവശ്യം വരുന്നവരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് മൂടിയിട്ട് വേണം വെക്കാൻ. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇതേപോലെ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് നന്നായി മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറി സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളൊരു പാനിലോട്ട് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ചെറി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കേക്കിൽ ആവശ്യത്തിന് മധുരമുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഈ ഒരു ബൗളിന് 2 ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചെറിയെന്നുള്ള അതിൻ്റെ ആ ഒരു എസൻസൊക്കെ ഇറങ്ങി വരണം ഈ വെള്ളത്തിലോട്ട്. അപ്പം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി ബാക്കി വരുന്ന ഈ ചെറിയൊക്കെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഓരോ ലെയറായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇടാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചെറി സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് സാധാരണ ചെറി സിറപ്പിൻ്റെ കൂടെ കുറച്ച് റമ്മ് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കേക്ക് ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബേസിൻ്റെ മുകളിലോട്ട് കേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് ചെറി സിറപ്പ് ഒന്ന്
ഒഴിച്ചു കൊടുക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുക ചെറി സിറപ്പ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചെറി സിറപ്പിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂണ് റമ്മ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കേക്കിന്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് സാധാരണ ചെറി സിറപ്പിൻ്റെ കൂടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതിന് റമ്മ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഏറ്റവും താഴത്തെ ലെയർ ചെറിയ സിറപ്പ് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് ചെറിയുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ലാസ്റ്റ് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗം ഉണ്ടല്ലോ, ബേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അടിഭാഗം, അത് വേണം ഏറ്റവും മുകളിലോട്ട് വരാൻ, നല്ല കേക്ക് ലെവലായിട്ട് നിൽക്കുള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക ലെവലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉള്ളിൽ നമ്മൾ ചെറി വെച്ച് കൊടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഒന്ന് അമർത്തി കൊടുക്കുക ലെവൽ ചെയ്യാൻ വേണ്ടി. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് ചെറി സിറപ്പ് ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ലാസ്റ്റത്തെ ലെയറിലും ചെറി സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ടോപ്പ് ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് ക്രീം തേച്ച് കൊടുക്കാം. അപ്പം കേക്ക് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇതുമ്പോൾ ചോക്ലേറ്റ് ഉണ്ട്. നമ്മൾ പൊതിയണോണ്ട് വല്ലാണ്ട് മിനുസൊന്നും ആവണ്ട. ഇനി ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പേര് എഴുതണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെറി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ഞാനൊരു സ്കൂളിലേക്ക് ഓർഡർ കിട്ടിയപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കേക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.